ഈ ഇലക്ഷന് പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ എൻജിഒയുടെ കാര്യം വേറെയാണ് നോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയത്തില്ല, ഞങ്ങളത് പൊട്ടിക്കും. ഇന്നത്തെ സ്ഥിതി നോക്കണം, പോരായ്മകൾ പരിഹരിക്കണം. ആദ്യകാല പ്രവർത്തകരുടെ പ്രവർത്തനവും അവരുടെ അനുഭവങ്ങളും അതിനാവേശം നൽകുമെന്നുള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ യോഗം വിളിച്ചുകൂട്ടിയത്. അല്പം തന്നെ അല്പം ദീർഘിച്ചു പോയി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം പറയാനുള്ളൂ, ഈ ഇലക്ഷന് പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ എൻജിഒയുടെ കാര്യം വേറെയാണ് നോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയത്തില്ല, ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുക. അല്ലെ തരരുത് നമ്മുടെ കയ്യിൽ. നമ്മുടെ കയ്യിൽ തരണ്ട, നേരിട്ട് പോസ്റ്റ് ചെയ്തു. നിങ്ങളുടെ എല്ലാം എംഎസ്സിയുടെ വലിയ നേതാവായിരുന്ന ജനസേവ ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല. അദ്ദേഹത്തെ ഒരു മനുഷ്യനും അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. അവിടുന്ന് രാമേന്ദ്രൻ പിള്ള എല്ലാം കൂടെ പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഏറ്റുവാങ്ങണം. വെറും 11,000 വോട്ടിനാണ് തോറ്റത്. സുജാത 70,000 വോട്ടിന് തോറ്റെടുത്ത്, ആരിഫ് 70 തോറ്റെടുത്ത് വെറും 11,000 തോറ്റത്. അത്ര വലിയ പ്രവർത്തനമായിരുന്നു. എന്റെ ഗുരുനാഥനോട് ഓട്ടെന്നും പറഞ്ഞൊരു ഇതടിച്ച് എല്ലാ വീടിന്റെ ഭിത്തിയാലും ഒപ്പിച്ചു കൊടുത്തു. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ്, അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ഇട്ടു സാറിന്. അപ്പൊ എല്ലാം ദേശീയ ഞങ്ങൾ പൊട്ടിച്ചു. പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായല്ലേ? അതൊക്കെ തെറ്റായ കാര്യം. എൻജിഒയിൽപ്പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടന ഇത് പറയുന്നത്. രാഷ്ട്രീയമില്ല നിങ്ങളുടെ സംഘടനയ്ക്ക്. ഏത് പാർട്ടിപ്പെട്ടവർക്കും ചേരാം. അതങ്ങനെ പറയണം. ഞാൻ ഇന്നാർക്കാ വോട്ട് ചെയ്യുന്നത് എന്നെന്താ പറഞ്ഞ? ബഹുജന സംഘടനയിൽപ്പെട്ടവരെല്ലാം CPM-ന്റെ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മിക്കവാറും ചെയ്യുമല്ലോ. ഇവിടെ 100% ചെയ്യുന്നുണ്ട്. എവിടെയാ? 95% ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടേത് 85-80 വരും. അതാദ്യം കുറ്റമല്ല, അത് കുറ്റപ്പെടുത്താനല്ല. പക്ഷെ ഒട്ടിച്ചു തന്നാൽ ആരും അറിയില്ല എന്ന് കരുതരുത്. പാർട്ടിയുടെ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി. എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി. ഞാൻ റേഷൻ കമ്മിറ്റി സെക്രട്ടറി ദേവദാസിന്റെ, ഞാനാ സെക്രട്ടറി. അപ്പോ ഞങ്ങൾ ഇട്ടു. അതിനൊന്നും യാതൊരു ആവശ്യമില്ല. ഒരു യൂണിയൻ മെമ്പറായതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും നിങ്ങളെങ്ങും മാറ്റിവെക്കണ്ട. പക്ഷെ യൂണിയനിൽ നിന്നുകൊണ്ട് യൂണിയനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് യൂണിയന്റെ നയവും രാഷ്ട്രീയവും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കിട്ടൂ. എന്നാൽ യൂണിയന്റെ നയങ്ങളുടെ അംഗീകരിച്ച് യൂണിയൻ പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം അതിൽ പറയുന്നില്ല. പുരോഗമന രാഷ്ട്രീയം പറയുന്നത്. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ധൈര്യമുള്ളവരും സത്യസന്ധരും നിർഭയരുമായിരിക്കും. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ധാരണയനുസരിച്ച്, അതൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് തുറന്ന് സമൂഹത്തോട് പറയാനും തുറന്നു പറഞ്ഞുകൊണ്ട് സഹകരിക്കാനും. അല്ലെങ്കിൽ ബഹുജന പ്രസ്ഥാനത്തിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ കാണൂ. അതേപോലെ പാർട്ടി പോലും ബഹുജന പ്രസ്ഥാനം എന്തിനാ 5 ലക്ഷം പാർട്ടി മെമ്പറാണ്. അതുപോലെ അല്ല, 70 ലക്ഷം ബഹുജന സംഘടനാ മെമ്പർമാരുടെ ഇവിടെ 5 ലക്ഷം പാർട്ടി മെമ്പേഴ്സ് ഉള്ളപ്പോൾ CPM-ന് 70 ലക്ഷത്തിലേറെ ബഹുജന സംഘടനാ മെമ്പർമാരുണ്ട്. ആ 70 ലക്ഷത്തിന്റെ ഒരു 90% വോട്ട് നമുക്ക് കിട്ടും. സർക്കാർ ജീവനക്കാരുടെ ഇടയിലേക്ക് അധ്യാപകരുടെ ഇടയിലേക്ക് വരുമ്പോൾ കുറച്ച് കുറയുന്നു ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ ഒരു ഭീരുത്വം കൊണ്ട് അയ്യോ ഇതെങ്ങനെ വെളിയും പറയുന്നത്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ എല്ലാവർക്കും വോട്ട് ചെയ്തേക്കാം, ഒരു കുഴപ്പം ഇവിടെ പൊട്ടിക്കത്തില്ല. മനസ്സിലായി? ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വളരെ ഇതാണ്. ഏതായാലും ശരി, ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനൊക്കെ വരികയാണ്. അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട്. ഇലക്ഷൻ വരികയാണെന്ന് പറഞ്ഞ കാര്യം പേടിപ്പിച്ചൊരു കാര്യമില്ല. ഇലക്ഷൻ വരുമ്പോൾ ജയിക്കാനുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക. ഒരു വായനശാല വെള്ളപ്പൊക്കത്തിൽ കേടായാൽ പുസ്തകം കൊണ്ടത് പാർട്ടി ഓഫീസിലൊന്നും വായനശാലത്തോടെ കരുതൽ കേട്ടോ. അതൊരു സാമർഥ്യമാണെന്ന് ആരും കരുതരുത്. അപ്പൊ പാർട്ടി മെമ്പർമാർ മാത്രമേ അവിടെ വരികയുള്ളൂ. അവർ ഭൂരിപക്ഷം വായിക്കത്തുമില്ല. ആ പുസ്തകം വായിക്കില്ല. അവിടെ BJP-ക്കാരും കോൺഗ്രസ്സുകാരും വരുമോ? നമ്മുടെ ആഫീസിൽ കൊണ്ടുവന്ന് വായനശാല വെച്ചാൽ ആ പുതിയ കെട്ടിടം വലുതാണെങ്കിൽ വേറെ എവിടെയെങ്കിലും വെക്കണം. വേറൊരു വായനശാലയെ കൊണ്ട് വെക്കണം. ഒരുപാട് സൗകര്യങ്ങളുടെ വായനശാലകൾ ഇവിടെയുണ്ട്. അവിടെ കൊണ്ടുവെക്കണം. അത്രയും ദിവസം അത് വായിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ പേരാണ് ഗ്രന്ഥശാല സംഘം പ്രവർത്തകരെന്ന്. അല്ലാതെ പാർട്ടി നോമിനേറ്റ് ചെയ്തു ഞാൻ അതിന്റെ പ്രസിഡന്റായി, ഞാൻ പുസ്തകമൊന്നും വായിക്കാറില്ല എന്ന് അഭിമാനിക്കുന്നവരുണ്ടല്ലോ. ഗ്രന്ഥശാല സംഘത്തിന്റെയൊക്കെ പല കമ്മിറ്റികൾ നോക്കിയാൽ പുസ്തകം വായിക്കുന്ന എത്ര പേരുണ്ട്?
പുസ്തകം വായിക്കുന്നവരൊക്കെ വെളിയിലിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒന്നും ഇടിച്ചു കയറാൻ പാടില്ല. പുസ്തകത്തെ സ്നേഹിക്കുന്നവരും പുസ്തക പ്രവർത്തനത്തിന് പറ്റിയവരും അവിടെ പ്രവർത്തിക്കാൻ പറ്റിയാണ് അവിടെ കൊടുക്കുക. ഓരോന്നിനും പറ്റിയവരുണ്ട്, അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ രീതികൾ. എവിടെയാണോ നന്നായി ഒരാൾക്ക് പെർഫോം ആ സ്ഥലത്ത് അയാളെ കൊടുക്കണം. എവിടെ കൊടുത്താലും പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ടാവും, അവരെവിടെ കൊടുത്താലും കുഴപ്പമില്ല. വളരെ സന്തോഷത്തോടുകൂടി ഈ നട്ടുവെച്ച സമയത്ത് നട്ടുവെച്ച കഴിഞ്ഞതേ ഉള്ളൂ. ഏതാണ്ട് 400 പേര് ഇവിടെ വന്നു കഴിഞ്ഞു. മിക്കവാറും 90% സമയത്ത് തന്നെ വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ആശംസകൾ വർദ്ധിച്ചുകൊണ്ട് ഞാൻ ഈ സമരക്കരുത്തൽ ഓർമ്മശക്തികൾ എന്ന മുൻകാല നേതൃസംഗമം എന്നെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.